വേടനെതിരെ പിന്നെ 2 പീഡന കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി വേടനെതിരെ ഒരു മീറ്റു ആരോപണമുണ്ട്. അതിന് മാപ്പ് പറഞ്ഞ ആളാണ് വേടൻ. ലഹരി കേസുണ്ട്, പുലിപ്പല്ല് കേസുണ്ട്. ഇത്രത്തോളം കേസൊക്കെ ഉണ്ടായിട്ടും വേടന് പൊരിഞ്ഞ സപ്പോർട്ടാണ് നമ്മുടെ യുവതലമുറയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യം തന്നെ പറയാം, ഞാനൊരു വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇവിടുത്തെ ഈ പീഡന കേസ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കോടതി പോലും പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം ഒരു പീഡനമായിട്ട് പിന്നീട് നമുക്ക് കാണാൻ പറ്റത്തില്ല. വേടന്റെ കേസിൽ ഈ സെയിം സംഭവം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു പീഡനമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഓക്കെ, അതെന്തോ ആവട്ടെ. പക്ഷെ വേടന് ഇന്നസെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, വേടന് ഇത്രത്തോളം കേസുകളിൽ പെട്ടിട്ടും വേടന് എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അതായത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല നമ്മുടെ പ്രത്യേകിച്ച് ഈ യുവതലമുറ, നമ്മൾ പറയുന്നു ജെൻസി ജനറേഷൻ. അവര് വേടനെ എന്ത് തെറ്റ് ചെയ്താലും വേടൻ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട, സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരാളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ശരിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ശരി. ഇപ്പൊ വേടൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് അത് വേടൻ ചെയ്തതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ഇവിടുത്തെ തലമുറകൾ, ഇപ്പൊ യുവതലമുറകൾ ശ്രമിക്കുന്നുണ്ട്. വേടൻ ചെയ്യുന്നത് എന്താണോ അതെല്ലാം കണ്ണടച്ച് ഒരു ബ്ലൈൻഡ് ആയിട്ട് അത് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴെ കൂടുതൽ വേടൻ ഫാൻസ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വേടന്റെ നല്ല മൂർച്ചയുള്ള വാക്കുകളാണ്. നല്ല നല്ല റാപ്സും ഒരുപാട്, അത് നമുക്ക് ഒന്നും കുറ്റം പറയാനില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കലാ രീതിയിൽ തന്നെയാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ ഈ ജാതീയത അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് അതിനെ നമുക്ക് ന്യായീകരിക്കാനാകുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ. വേടൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് ഈ ജാതിയുടെ പ്രശ്നം തന്നെയാണ്. അതായത് ഇപ്പോ ജാതി ചോദിക്കുന്നത് തെറ്റാന്ന് പറയുന്ന പോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാതി പറഞ്ഞു നടക്കുന്നതും തെറ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേടൻ ഈ ഇപ്പോഴത്തെ തലമുറയിലേക്ക് അവർ മറന്നു വരുന്ന ആ ഒരു ജാതീയത അത് വേടൻ പിന്നീട് വീണ്ടും ഇൻജക്ട് ചെയ്ത് കയറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അടുത്തിരിക്കുന്നവരൊക്കെ ഏത് ജാതിയാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മുടെ ഈ ജനറേഷൻ മുതലുള്ളവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ വേടൻ ഇപ്പോ പിന്നീട് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വീണ്ടും ഒരു അപഹർഷതാബോധം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ ജാതി താഴ്ന്നതാണ്, അല്ലെ നമ്മൾ താഴ്ന്ന ജാതിയാണെന്ന് വേടൻ അവരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവരിലേക്ക് അത് ആ ഒരു അപഹർഷതാബോധം കുത്തി നിറയ്ക്കുകയാണ്. അപ്പൊ നാളെ അവര് സമൂഹത്തിൽ ഇറങ്ങിക്കുമ്പോൾ അവര് ചിന്തിക്കും, ഞാൻ താഴ്ന്ന ജാതിയാണല്ലോ. അങ്ങനെ ഒരു സംഭവം പുതിയ തലമുറയിലേക്ക് ഉണ്ടായി വരും. മാത്രമല്ല, നമ്മളിവിടെ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം. അതായത് ഈ ദളിത് രാഷ്ട്രീയം പറയാം, അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം. ഇവിടെ വേടൻ ചെയ്യുന്നത് ഇതിനെ വർഗീയവൽക്കരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഹിന്ദുത്വ വർഗീയതയെ എതിർക്കുന്നുണ്ട്, മുസ്ലിം വർഗീയതയെ എതിർക്കുന്നുണ്ട്. അങ്ങനെ മതത്തിലെ വർഗീയതയെ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ എവിടെയും അനുകൂലിക്കുന്നില്ല. പക്ഷെ ഇതേ മലയാളികൾ ദളിത് രാഷ്ട്രീയം വേടൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെ വളരെ വല്ലാത്ത രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ യുവതലമുറ എല്ലാവരും ഈ ഒരു സാധനത്തെ വളരെ എന്തോ നമുക്ക് നമ്മുടെ നാട്ടില് ഈ ഒരു മാറ്റി നിർത്തപ്പെടലുകൾ ഇപ്പോഴും ഉണ്ട്. കൊച്ചു കുട്ടികളുടെ ഇടയിൽ വരെ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് നേരത്തെ തലമുറകളിൽ ഇതുണ്ടായിരുന്നു, ഇല്ലെന്നല്ല, ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ വേടൻ പറയുന്ന അത്ര പ്രശ്നം ഇപ്പോഴത്തെ ഈ തലമുറയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എൻ്റെ ഒരു സർക്കിളിൽ ആരും നമ്മൾ ഇതുപോലെ ജാതി പറഞ്ഞ് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ജാതിയുടെ പേരിലോ നിറത്തിന്റെ പേരിലോ നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അപ്പൊ പിന്നെ വേടൻ ഈ പറയുന്ന ഈ പിന്നെയും എപ്പോഴും ഏത് വേദി ചെന്നാലും ഈ ജാതി പറഞ്ഞ് ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പൊ വേടൻ അത് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വേടൻ ഇപ്പോൾ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. വേടൻ ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വേടൻ ഈ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് വേടനെ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വരുത്തി തീർക്കും. ഇപ്പൊ കഞ്ചാവ് ആയിട്ട് വേടനെ പിടിച്ചപ്പോൾ വേടൻ തന്നെ സമ്മതിച്ചു, വേടൻ ഉപയോഗിച്ചിട്ടുണ്ട്, വേടന്റെ കയ്യിൽ ഉള്ള സാധനമാണത്. എന്നാൽ പോലും വേടനെ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ ഇപ്പൊ ആരായാലും, ഇപ്പൊ താഴ്ന്ന ജാതിയിലുള്ളവരും ഉയർന്ന ജാതിയിലുള്ളവരും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. രണ്ടൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന ജാതിയിലായതുകൊണ്ട് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിൽ പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല.
ശരിയാണ്. ഈ മധുവിനെ പോലെയുള്ളവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇത് അർഹിക്കുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ കെട്ടിയിട്ട് ആക്രമിക്കുന്നു. മധുവിന് വേണ്ടിയിട്ട് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പോരാടുന്നു. പക്ഷെ വേടന്റെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയൊക്കെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാകില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വേടൻ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നതിന് വേറൊരു സൈഡ് കൂടിയുണ്ട്. അതായത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഒരു പ്രത്യേക പാർട്ടി അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നു. അവര് തന്നെ വേടന്റെ എല്ലാ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളെയൊക്കെ മറച്ചു പിടിക്കുന്നു. ഒടുവില് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകത്തിൽ വരെ എത്തി നിൽക്കുകയാണ് വേടന്റെ ഈ ഒരു കല. ചങ്ങമ്പുഴയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ വേടന്റെ റാപ്പ് സോങ്ങിനെ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനൊക്കെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലല്ലോ. അതായത് കഞ്ചാവ് കേസിലെ പ്രതി, സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്ന ഒരാള്, അയാളെയൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ പാഠപുസ്തകങ്ങളിലേക്ക് എത്തിക്കുക? അതായത് വേടന്റെ വരികളും അതൊക്കെ, വേടന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. വേടൻ പറയുന്ന പാട്ടുകളിൽ വേടൻ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഒരു പരിധി വരെ ശരി തന്നെയാണ്. പക്ഷെ വേടൻ എല്ലാത്തിലും ഈ ജാതീയത കുത്തി നിറയ്ക്കുന്നതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പിന്നെ ഈ നമ്മളൊരു എന്താ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു ഫെയിം ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്ന ഒരു തലമുറ ഇതിന് പിന്നിലുണ്ട്. ഇപ്പൊ വേടൻ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര ഹീറോയിസ് ആയിട്ട് വരും തലമുറ കാണും. വേടൻ ഉപയോഗിക്കാമെങ്കിൽ, അതായത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇതാണ് ശരി, അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാന്നുള്ള രീതിയിൽ ഒരു തലമുറ വഴി തെറ്റാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊരാളെ പിടിക്കുമ്പോൾ ആ ആളെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറ ഇത് തന്നെ ഫോളോ ചെയ്യും. കാരണം ഇതൊന്നും ഒരു തെറ്റല്ല എന്നുള്ളൊരു ബോധമാണ് അവരിലേക്ക് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ വേറൊരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഷൈൻ ടോം ചാക്കോനെ ലഹരി കേസിൽ പിടിച്ചപ്പോൾ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് എതിരെയാണ് നിന്നത്. ശ്രീനാഥ് ബാസിന്റെ കേസിലാണെങ്കിലും നമ്മൾ അവർക്ക് എതിരെയാണ് നിന്നത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരെങ്കിലും രംഗത്തെത്തിയിട്ടുണ്ടാവും, പക്ഷെ അത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ്. പക്ഷെ ഇവിടെ വേടനും ഇതേ കേസിൽ പ്രതിയാകുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ മറ്റൊരു സ്വീകാര്യതയാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനെയും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ട്രോളുകളാണ് കൂടുതൽ കിട്ടിയത്. ഇവർ രണ്ടുപേരും ചെയ്തതിൽ പ്രത്യേകിച്ച് വ്യത്യസ്തതയൊന്നുമില്ല, രണ്ടും ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവരെ ട്രോളിയും വേടനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എത്രത്തോളം ബ്ലൈൻഡ് ആയിട്ടാണ് വേടൻ ഫാൻസ് വേടനെ കാണുന്നതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. എല്ലാം നമ്മുടെ യുവതലമുറ തന്നെയാണ് കൂടുതലും ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ വരുന്ന ഭാവി തലമുറ നമ്മുടെ സമൂഹത്തിന്റെ പ്രതീക്ഷകളാണ്. അപ്പോൾ ഇവർക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള ജാതീയത ആയിക്കോട്ടെ, ലഹരി ആയിക്കോട്ടെ, സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, നോർമലൈസ് ഒരിക്കലും ചെയ്യപ്പെടാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വേടൻ നമ്മുടെ സമൂഹത്തിന് ആപത്തോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? വേടൻ എന്ന കലാകാരൻ ഓക്കെയാണ്, പക്ഷെ വേടൻ എന്ന വ്യക്തി എത്രത്തോളം ഓക്കെ ആണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. ഒരാളെ അന്ധമായി ആരാധിക്കാതെ അവരുടെ തെറ്റുകൾ തെറ്റാന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഇന്ന ജാതിയിലായതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രിവിലേജും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളിവിടെ ജാതീയതയെ എതിർക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിനെ നമ്മൾ ദളിത് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ജാതീയത പറഞ്ഞ് ഇത്തരത്തിലുള്ള പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നവർക്കെതിരെയും നമ്മൾ നിൽക്കണം. ഇതിനോട് തന്നെ നമുക്ക് കൂട്ടുവയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ദിയാകൃഷ്ണയുടെ കേസ്. ആ കേസിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് മോഷണം നടത്തിയിട്ട് അവർ ഈ സെയിം ജാതിക്കാട് തന്നെയാണ് എടുത്തിട്ടത്. ഞാൻ ഇന്ന ജാതിയിലായതുകൊണ്ട് തലയെ കെട്ടിവെക്കുന്നത്. ഇതൊക്കെ ഈ വേടൻ തുടങ്ങി വെച്ചൊരു സംഭവമാണ് ഇപ്പോ ഈ അടുത്ത് ഇവിടെ. അപ്പൊ ഇനി മുതല് ഞാൻ താഴ്ന്ന ജാതിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നുള്ളൊരു സംഭവം ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് തെറ്റ് വേണമെങ്കിലും കാണിക്കാം. ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ ഞാൻ താഴ്ന്ന ജാതിയാണ്, അവർ ഉയർന്ന ജാതിയാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് സപ്പോർട്ട് കിട്ടുക. സത്യം, ഇവിടെ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണന്റെ ആ ഒരു കേസിൽ അവർ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ സുഖസുന്ദരമായിട്ട് അവർക്ക് ഊരിപ്പോരാമായിരുന്നു. ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ അവർക്കെതിരെ തിരിഞ്ഞാണ്. പിന്നെ അവർ തെളിവുകളായിട്ട് വന്നതിന് ശേഷമാണ് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത്. ഒന്നാമത് പിന്നെ കൃഷ്ണകുമാർ BJP സൈഡുമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിന് ഓൾറെഡി ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. ഈ ഒരു കേസ് വന്നതിൽ പിന്നെയും ഇവരുടെ തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ സത്യം പറഞ്ഞാൽ ഊരി പോകുന്നത് അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജാതീയത എതിർക്കുന്നവര് ഈ ജാതി മൂലം കിട്ടുന്ന ആനുകൂല്യങ്ങളും കൂടെ അവര് വേണ്ടെന്ന് വെക്കണം. അല്ല അത് ഞങ്ങൾ സ്വീകരിക്കാം പക്ഷെ ജാതി പറയാൻ പാടില്ല എന്നുള്ള അതൊരു ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതിൽ നമുക്കൊന്നും എതിരെ പറയാനില്ല എന്നാണ് എനിക്കും ഞാനും അതിനോട് അനുകൂലിക്കുന്നു.
അപ്പോൾ നമുക്ക് വേടനെ പോലെയുള്ളവർ കലാരംഗത്ത് അവർ ശോഭിക്കട്ടെ, പക്ഷേ ഇത്തരത്തിൽ ഒരു നമ്മുടെ സമൂഹത്തിന് ഇത്തരത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് തന്നുകൊണ്ട് അവരെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ യുവതലമുറ തിരിച്ചറിയട്ടെ അവരുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളും അവരുടെ കപടമായ രാഷ്ട്രീയങ്ങളും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ചർച്ചയുമായിട്ട് വീണ്ടും എത്താം, അവസാനിപ്പിക്കാം.